മരം വെട്ടി ചെത്തുന്ന പോലൊരു സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ഈ മണ്ണുള്ള ചന്ദനത്തടിയാണ് ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിടുത്തം കിട്ടിയില്ല. ഇവൻ തിരിഞ്ഞെനിക്കിട്ട് വെട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ പേപ്പറുകാർ വിളിച്ച് DF ഓഫീസിൽ പറഞ്ഞു, നിങ്ങളുടെ ഒരു ഗാർഡനെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, കാണാനില്ല എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, ഇതിലേ കയറി പോകുന്നത് കണ്ടു. ആരൊക്കെയോ പിടുത്തവും വലിയൊക്കെ നടന്ന ആ ലക്ഷണമൊക്കെ ഞങ്ങൾ കണ്ടു. ചെളിയാണ്, പിന്നെ ഒരു തോടുമാണ്. കാലിൽ ചങ്ങല ഇട്ടിട്ട് ചുറ്റും ബോംബിട്ട് വെച്ചിരിക്കുകയായിരുന്നു. 12 ബോംബുകളും ഉണ്ട്, നാടൻ ബോംബ്. ഈ ചവിട്ടുപാതയിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയി കഴിയുമ്പം ഈ ധനേശനെ ഒരു മരത്തെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കാടിനുള്ളിൽ. അപ്പോൾ ഞങ്ങൾ ഒറ്റച്ചാട്ടം തന്നെ ധനേശൻ്റെ അടുത്ത് ചെന്നെങ്കിലും ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല. സാർ, അതുപോലെ തന്നെ ഈ കാട്ടിൽ വെച്ച് ഈ വനം കൊള്ളക്കാരുടെ അക്രമത്തിനൊക്കെ സാർ ഇരയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? 2000 മണ്ടിലാണ്. ഞാൻ പറമ്പിക്കുളത്തുനിന്ന് ഫോറസ്റ്ററാണ്. അപ്പോൾ ഒരു ദിവസം ചന്ദനമരങ്ങൾ മുറിക്കുന്നുണ്ട് എന്നൊരു രഹസ്യവിവരം കിട്ടി. അപ്പം ഞാനും റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു, വേറെ ഒരു 3-4 ഫോറസ്റ്റേഴ്സ്, ഗാർഡുമാർ, വാച്ചർമാരെല്ലാം, മൊത്തം ഒരു 12ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ സുമാർ ഒരു 4:30 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ 2 വണ്ടി ആൾക്കാർ പോയി. എവിടെയാണ് ഈ സ്ഥലം? പറമ്പിക്കുളം. പറമ്പിക്കുളത്തിന് പറമ്പിയാർ എന്ന് പറയും ആ സ്ഥലമാണ്. അത് തൃശ്ശൂർ ജില്ലയുടെ കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തിന് ബോർഡറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞപ്പം കുറേ ദൂരം, ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നു. പറമ്പിയാർ പുഴ കടന്നിട്ട് 5 കിലോമീറ്റർ റിസർവിൽ കൂടെ ഇങ്ങനെ സുമാർ 5:30 മണിയോളമായി വൈകിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു വെട്ടുന്ന ശബ്ദം കേട്ടു. മരം വെട്ടി ചെത്തുന്ന പോലൊരു സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന GS സേവിയർ എന്ന് പറഞ്ഞ ഫോറസ്റ്ററും, അദ്ദേഹം ഇന്ന് റേഞ്ച് ഓഫീസറായി റിട്ടയർ ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുകയായിരുന്നു. അടുത്ത് നിന്നതോടുകൂടി ഇവർ അവിടെ നിന്നൊരു 10 മീറ്റർ ഉള്ളിലായിട്ട് 2 പേരിന്ന് ചെത്തുന്നത് കണ്ടു. ചന്ദനത്തടിയാണെന്ന് ഞങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലായി. അപ്പോൾ ഈ മണ്ണുള്ള ചന്ദനത്തടിയാണ് ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ അവിടെ വരുന്ന സിഗരറ്റ് വലിക്കുക, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. മറ്റേ ആളിങ്ങനെ തിരിഞ്ഞ് ചെത്തുകയാണ്. വെട്ടി മുറിച്ചിട്ടിട്ട് ചെത്തി വെള്ള ചെത്തി കളയുക. അതിനകത്തെ കാതൽ എടുക്കാൻ വേണ്ടിയിട്ട് വെള്ള ചെത്തുക. അപ്പോൾ ഞങ്ങളൊരു 10 മീറ്റർ അടുത്ത് ചെന്നപ്പം അതിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന അയാൾ ഞങ്ങളെ കണ്ടു. അവനൊന്ന് ചാടി എണ്ണീറ്റ് കഴിഞ്ഞപ്പോൾ ഈ ചെത്തിക്കൊണ്ടിരുന്നവൻ കയ്യിലൊരു മടാളുണ്ടായിരുന്നു. അപ്പം ഞാനും വളരെ അടുത്തെത്തി. അപ്പോൾ ഈ സേവറിനെയാണ് ഇയാളെ കണ്ടത് ചെത്തിക്കൊണ്ടിരുന്നത്. സേവറിന് നേരെ ഇവൻ ചാടി വീണു. അപ്പം ഞാൻ പുറകിൽ നിന്ന് ഇവനെ പിടിക്കാൻ നോക്കി. അത് ഞങ്ങൾ നടന്നാൽ വന്ന് അവൻ വേർത്തിട്ടായിരുന്നത്. അവൻ്റെ പിടുത്തം കിട്ടിയില്ല. ഇവൻ തിരിഞ്ഞെനിക്കിട്ട് വെട്ട് ഇവിടെ കൊണ്ട് ശരിക്കും വെട്ടോടുകൂടി എന്നാലും എനിക്ക് പെട്ടെന്നൊരു സൗണ്ട് വന്നു. വെട്ട് കിട്ടിയെന്ന് എനിക്കറിയാമായിരുന്നു. എവിടെയാണ് വെട്ട് കൊണ്ടെന്നോ എങ്ങനെ പറ്റിയെന്നുള്ള വിധത്തിൽ എനിക്ക് അന്നേരം ഒരു ഇത് കിട്ടില്ല. എന്നാലും ഞാൻ അവനെ പിടിച്ച് ഒതുക്കാൻ നോക്കി. കൈ പുറകോട്ട് പിടിച്ചു, ഒരു കൈ പുറകോട്ട് പിടിച്ചു. എൻ്റെ കൈ ഇങ്ങനെ അകന്നു കാരണം ഈ മുറിവ് പിടർന്നു. ഇത് ഭയങ്കര മുറിവായിരുന്നു. മുറിവ് കിടന്നാലും ബ്ലഡ് ചാടി. ചാടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കി കഴിഞ്ഞാൽ എൻ്റെ മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. അതിലവനെ ഞാൻ പിടിച്ചൊരു തള്ളിവിടുത്തു. തള്ളിയിട്ട് ഞാൻ ശരിക്കും ഇങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ സേവർ നോക്കിയപ്പം ബ്ലഡ് കണ്ടമാനം പോകുന്നു. അപ്പോൾ ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് സേവർ അവിടെ നിന്നൊരു അവന്മാർ മാന്തിക്കൊണ്ടിരുന്ന തൂമ്പ ഉണ്ടായിരുന്നു. ആ തൂമ്പ എടുത്തപ്പോഴത്തേക്കും അവന്മാർ 2 കൂടി ഓടി. എന്നെ സേവ് ചെയ്യുക എന്നുള്ളതായിരുന്നല്ലോ എല്ലാവരും ലക്ഷ്യം. എന്നെ ബാക്കിയുള്ള ആൾക്കാരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വിസിലടിച്ചോടുകൂടി എല്ലാ ആൾക്കാരും ഓടി വന്നു കഴിഞ്ഞപ്പം എനിക്ക് നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ അവിടുന്ന് 5 കിലോമീറ്ററോളം കാട്ടിക്കൂടെ നടന്ന് പറമ്പിയാർ പുഴ കടന്ന് ഇപ്പുറത്ത് എത്തിയപ്പം എനിക്ക് നിങ്ങളൊക്കെ പറയുന്ന മറ്റൊരാൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം, പക്ഷേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് ജീപ്പിന് ഞങ്ങൾ പൊള്ളാച്ചി ആശുപത്രിയിൽ വന്നു. പൊള്ളാച്ചി ഉള്ളിൽ സ്റ്റിച്ചിട്ട് 12 സ്റ്റിച്ച്. അവിടുന്ന് പൊള്ളാച്ചിയാണ് അടുത്ത്. പൊള്ളാച്ചി അടുത്ത് അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞ് പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. സാർ, അതുപോലെ തന്നെ സാർ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ തട്ടിക്കൊണ്ടുപോയി വനത്തിനുള്ളിൽ കെട്ടിയിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് 89-ലാണ്. അത് സൈലൻറ്റ് വാലിക്ക് അടിക്ക് പുതുവപ്പാടം എന്ന് പറയുന്നൊരു മലവാരമുണ്ട്. പുതുവപ്പാടം മലവാരത്തിൽ ചങ്ങനാശ്ശേരിക്കാരൻ്റെ ഒരു അബ്രഹാം എന്ന് പറഞ്ഞൊരാൾ കുറച്ച്
തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാൾക്ക്. സ്വകാര്യ വസ്തുവാണ്. സ്വകാര്യ വസ്തുവാണ്. അപ്പോൾ അത് ഇയാളുടെ ഈ സ്ഥലം കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഏരിയയാണ്. അത് പയ്യനടം എന്ന് പറയുന്ന ആ ബീറ്റിൻ്റെ അധികാരപരിധിയിലാണ് വരുന്നത്. പയ്യനത്ത് ഉള്ള വീട്ടുകാട് ധനേശൻ എന്നും പറഞ്ഞ ഒരാളായിരുന്നു. ധനേശന്, അയ്യപ്പൻ, ഇവർ രണ്ടുപേർക്കായിരുന്നു പയ്യനാട് തന്നെ. ഞങ്ങളിന്ന് തിരുവിഴാങ്കുന്നിലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവിഴാങ്കുന്ന്. അപ്പം ഒരു സെക്കൻഡ് സാറ്റർഡേ ദിവസമാണ്. ആ സെക്കൻഡ് സാറ്റർഡേ പറഞ്ഞു ധനേശനെ കാണാനില്ല എന്ന് ഇങ്ങനെ പേപ്പറുകാർ വിളിച്ച് DFO ഓഫീസിൽ പറഞ്ഞു, നിങ്ങളുടെ ഒരു ഗാർഡനെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിവിഷനിൽ നിന്ന് വിളിച്ചോ, ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ ധനേശൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു ധനേശൻ അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചാന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ റേഞ്ച് ഓഫീസർ പറഞ്ഞു ഇല്ല, ധനേശനെ കാണാനില്ല, അതിനൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചെറിയാൻ എന്ന് പറഞ്ഞൊരു കാടുണ്ടായിരുന്നു ഞങ്ങളോട്, ചെറിയാനും ഗോപിനാഥും ഫോറസ്റ്റും, ഞങ്ങൾ മൂന്നാളും ജീപ്പ് എടുത്തിട്ട് ഈ പൊതുപ്പാടത്ത് പോയി ഇവർ താമസിക്കുന്ന കോട്ടേഴ്സിൽ പോയി ചോദിച്ചപ്പോൾ ധനേശനില്ല അവിടെ ഫോറസ്റ്റുകാരും ഇല്ല. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഇന്നലെ പോയതാണ് എന്നാണ്. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, നാട്ടുകാരോട് ചോദിച്ചു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പുതുവപ്പാടത്ത് പോയി, പുതുവപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ധനേശനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ സാറന്മാരാരെങ്കിലും ഈ വഴിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി ഞങ്ങളിങ്ങനെ ഓരോരുത്തർ അന്വേഷിച്ചു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഇന്നലെ പാപ്പച്ചൻ ചേട്ടൻ്റെ കൂട്ടത്തിൽ ആളെ കണ്ടിട്ടുണ്ട് പറഞ്ഞു. ആ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു ഇതിലേ കയറി പോകുന്നേ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പാപ്പച്ചൻ കൂട്ടിക്കൊണ്ടുപോയത്. ഫോറസ്റ്റുകാരുമായിട്ടുള്ള വിരോധം, ഫോറസ്റ്റുകാരും വിരോധമുണ്ട്, പക്ഷേ അത് ഞങ്ങൾക്കറിയില്ല അതെന്തിനായിരുന്നു കാരണം. ഇയാൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വായിക്കൊണ്ട് കേസ് നിലവിലുണ്ടായിരുന്നു. ആ കേസിൽ അയാൾ കുറച്ച് സ്ഥലം വിട്ടു കൊടുക്കാനുണ്ടായിരുന്നു. ആ സ്ഥലം വിട്ടു കൊടുക്കുന്നതിന് ഫോറസ്റ്റുകാർ കൈക്കൂലി ചോദിച്ചു. എനിക്ക് അയാൾക്ക് കൈക്കൂലി കൊടുക്കാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇയാളെ പിടിച്ചു കെട്ടിയാൽ ഇങ്ങനെ ഈ ഗാർഡിനെ അപായപ്പെടുത്താൻ വേണ്ടി പിടിച്ചു കെട്ടിയാൽ DFO വരും. DFO വന്നു കഴിയുമ്പോൾ DFO പകരം ചോദിക്കാം എന്നുള്ള ഉദ്ദേശമാണെന്ന് അയാൾ ഞാൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. പിന്നെ ഇയാൾ ഇങ്ങനെ ഈ ധനേശനെ കാണാൻ വേണ്ടി ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂടി ഇങ്ങനെ കയറിപ്പോയി കുറേ ദൂരം, ഒരു 5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയി കാടിനകത്തൂടെ. അതൊക്കെ പോയപ്പം ആരൊക്കെയോ പിടുത്തവും വലിയൊക്കെ നടന്ന ആ ലക്ഷണമൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ ഫോറസ്റ്റോട് പറഞ്ഞു സാറേ ഇവിടെ ആരോ പിടിവലി നടന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ലായിരിക്കും, അത് ആൾക്കാരായിരിക്കുന്നു പുള്ളി പറഞ്ഞു. ഞാനതൊന്നും ഭാവിച്ചില്ല. ഞങ്ങൾ പിന്നെ ഈ ചവിട്ട് പാതയിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയി കഴിയുമ്പം ഈ ധനേശനെ ഒരു മരത്തെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കാടിനുള്ളിൽ. അവിടുന്ന് തന്നെ ധനേശനെ ഞങ്ങൾ അപ്പോൾ ധനേശനോട് വിളിച്ചു പറഞ്ഞു ബസ് എന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒറ്റച്ചാട്ടം തന്നെ ധനേശൻ്റെ അടുത്ത് ചെന്നെങ്കിലും ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല. ചെളിയാണ്, പിന്നെ ഒരു തോടുമാണ്. ഈ തോടിൽ പിന്നെ കാലിൽ ചങ്ങല ഇട്ടിട്ട് ഇയാൾ കെട്ടി വെച്ചിട്ട് ചുറ്റും ബോംബ് വെച്ചിരിക്കുകയായിരുന്നു. 12 ബോംബുകളും ഉണ്ട്, നാടൻ ബോംബ്. ആ നാടൻ ബോംബ് 12. അപ്പോൾ ഇപ്പം പറഞ്ഞു ബോംബുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റച്ചാട്ടത്തിന് ഞങ്ങൾ ഇയാളെ പിടിച്ച് ഒതുക്കി വെച്ചു. ഒതുക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഇല്ല ബോംബില്ല എന്നൊക്കെ ഇയാൾ ഞങ്ങളോട് പറഞ്ഞു. നോക്കിയപ്പോൾ സംഗതി ബോംബുണ്ട്, അതിൻ്റെ തീവ്രതയൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ധനേശനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ധനേശനെ ഞങ്ങൾ അവിടുന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് താക്കോല് പിടിച്ച് മേടിച്ച്, അയാൾ അണ്ടർവെയറിൻ്റെ പോക്കറ്റ് കണ്ട് താക്കോല് പിടിച്ച് മേടിച്ചിട്ട് തുറന്നിട്ട് അവനെ പുറത്ത് ചാടി ഞങ്ങൾ. അപ്പോൾ തന്നെ പിന്നെ ഇയാളെ ഞങ്ങളുടെ വിസിൽ കോഡ് ഊരി കെട്ടി. അന്ന് ഹാൻഡ് കപ്പൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ തിരയാൻ വേണ്ടി പോയതല്ലേ. ഞങ്ങളുടെ വിസിൽ കോഡ് അടിച്ചിട്ട് ഇയാളെ കെട്ടി ഞങ്ങൾ പിന്നെ താഴെ വന്ന് വിളിച്ച് പറഞ്ഞു. പിന്നെ അയാൾ അറസ്റ്റ് ചെയ്യത്.